ഇന്ത്യയിൽ നക്സലേറ്റുകളെ അമർച്ച ചെയ്ത് കഴിഞ്ഞെങ്കിലും പലയിടത്തും ഇന്റലക്ച്വൽ നക്സലേറ്റുകൾ പല അധികാര സ്ഥാനങ്ങളിലും കയറിക്കൂടിയിരിക്കുന്നുണ്ട് എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞത്. हथियारी नक्सलों का खात्मा बुलाने में, उस संकट से देश को मुक्त कराने में सफलता मिली है, लेकिन हथियारी नक्सल तो गए, लेकिन दिमागी नक्सल, ये दिमागी नक्सल मौके की तलाश में है, हिंसा अराजकता के वो रास्ते खोज रहे हैं. समाज को അദ്ദേഹം ദിമാഗി നക്സലേറ്റ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. നേരത്തെ BJP അർബൻ നക്സലുകൾ എന്ന വാക്കുകളും ഉപയോഗിച്ചിരുന്നു. പ്രധാനമന്ത്രി അത് പറഞ്ഞ ഉടനെ പ്രതികരണവുമായി ആദ്യം വന്നത് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ P. ചിദംബരമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദിമാഗി നക്സലേറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്റലക്ച്വൽ നക്സലേറ്റിൽ ഞാനും പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപക്ഷെ ചിദംബരം ഉദ്ദേശിച്ചിരിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷത്തെയുമാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതായിരിക്കും. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിച്ചത്, നമുക്കറിയാം നക്സലേറ്റുകൾ വളരെ ശക്തമായ പല സംസ്ഥാനങ്ങളിലും അവർ സ്വതന്ത്രമായ പരമാധികാരം, അവരുടെ അധികാരം സ്ഥാപിച്ചിരുന്നു. നമുക്ക് ദേശീയ പതാക പോലും ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല. ബസ്തറിലെ 94 ഗ്രാമങ്ങളിലാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 4 ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത്. അത്രയും ഗ്രാമങ്ങൾ, അതായത് ഒഡീഷയിലായാലും ആന്ധ്രാപ്രദേശിലായാലും ഛത്തീസ്ഗഡിലായാലും അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളിൽ നക്സലേറ്റുകളുടെ ഒരു റെഡ് കോറിഡോർ തന്നെ ഉണ്ടായിരുന്നു. മറ്റ് ആളുകൾക്കൊന്നും അവിടെ കയറി പറ്റാത്ത വിധത്തിൽ, അതായത് സായുധ സൈന്യത്തിന് കയറി പറ്റാത്ത വിധത്തിലുള്ള ഒരു നക്സലേറ്റുകളുടെ കേന്ദ്രീകരണം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നിതാന്തമായ ജാഗ്രതയോടുകൂടി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫർട്ടിന്റെ ഭാഗമായിട്ട് ഇന്ന് നക്സലേറ്റുകളെ പൂർണ്ണമായിട്ട് ഉച്ചാടനം ചെയ്തു കഴിഞ്ഞു. എല്ലാ നക്സലേറ്റുകളും ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. ആ സമയത്താണ് മോദി പറഞ്ഞത്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നക്സലേറ്റുകൾ പല സ്ഥലത്തും കയറിക്കൂടിയിട്ടുണ്ട്. അവരെ അദ്ദേഹം ദിമാഗി നക്സലേറ്റ് എന്ന് പറഞ്ഞ നക്സലേറ്റുകൾക്ക് ബൗദ്ധികമായ പിന്തുണ കൊടുക്കുന്ന ആളുകളാണ്. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. 2010 നക്സലേറ്റുകൾ എന്താണ് ചെയ്തത്? 100ഓളം CRPF ഭടന്മാരെയാണ് ദന്തേവാദയിൽ കൊല ചെയ്തത്. ഛത്തീസ്ഗഡിലെ ദന്തേവാദയിൽ ഇത്രയധികം CRPF ഭടന്മാരെ നക്സലേറ്റുകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടും പിന്നീട് ഒരു മാസം കഴിഞ്ഞ് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല, അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കേന്ദ്രമായിരുന്നു ജവഹർലാൽ നെഹ്റു സർവകലാശാല, പ്രത്യേകിച്ച് തീവ്ര കമ്മ്യൂണിസ്റ്റുകളുടെ. ഇപ്പോഴും ഐസ തുടങ്ങിയ തീവ്ര കമ്മ്യൂണിസ്റ്റ് സംഘടനകളൊക്കെ തന്നെ അവിടെ സജീവമാണ്. ആ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പോയിട്ട് 2010 അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചിദംബരം പറഞ്ഞത്, നിങ്ങൾ ആയുധം വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ നിങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. അതായത് ഇന്ത്യയുടെ CRPF ഭടന്മാരെ വെടിവെച്ച നക്സലേറ്റുകളുമായിട്ട് ചർച്ച തയ്യാറാണ്. സാധാരണഗതിയിൽ ഭരണാധികാരികൾ പറയുന്ന ആയുധം താഴെ വെക്കൂ, ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ആയുധം താഴെ വെക്കില്ലെന്ന് എനിക്കറിയാം, നിങ്ങളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി വലിയ ഹർഷാരവത്തോടു കൂടിയാണ് ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള JNUവിലെ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്, അല്ലെങ്കിൽ ആ പ്രസംഗത്തെ സ്വീകരിച്ചത്. വലിയ കയ്യടിയായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ അവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന, ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കാത്ത, ഇന്ത്യയുടെ സംവിധാനത്തെ അംഗീകരിക്കാത്ത, സായുധ കലാപത്തിലൂടെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കാത്ത, സായുധ കലാപത്തിലൂടെ നാട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന നക്സലേറ്റുകൾക്കുമായിട്ട് ഒത്തുതീർപ്പ് നടത്തുകയായിരുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി ചെയ്തത്. അദ്ദേഹം അവരോട് ആയുധം താഴെ വെക്കാൻ പോലും അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇങ്ങനെയൊരു ഭരണാധികാരികളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു കുത്തി നിറച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിലെ നമ്മുടെ നാടിനോട് നമുക്ക് ഒരു പ്രതിബദ്ധത തോന്നുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമല്ല നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ വന്ദേമാതരത്തിന്റെ പേരിൽ പോലും എന്തുകൊണ്ടാണ് ഇത്രയധികം അതിർത്തി ഉണ്ടാകുന്നത്? നമുക്കറിയാം, 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ, കൽക്കട്ട സമ്മേളനത്തിൽ വന്ദേമാതരം ചൊല്ലിയിരുന്നതാണ്. അന്ന് വന്ദേമാതരം ചൊല്ലിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന എഴുതിയ അതേ രവീന്ദ്രനാഥ ടാഗോറാണ് 1896 വന്ദേമാതരം ചൊല്ലിയത്. ആ വന്ദേമാതരം
എല്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളും 1937 വരെ എല്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളും ചൊല്ലി. 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ബംഗാൾ വിഭജനത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനകീയ പോരാട്ടം, ബ്രിട്ടീഷുകാർക്കെതിരായുള്ള ജനകീയ പോരാട്ടം നടന്നു. ആ ജനകീയ പോരാട്ടത്തിൽ ഏറ്റവും അധികം മുമ്പിൽ നിന്നത് വന്ദേമാതരമായിരുന്നു. അവരുടെ സ്ലോഗൻ തന്നെ വന്ദേമാതരമായിരുന്നു. അന്ന് വന്ദേമാതരം ചൊല്ലിയതിന് ഒരു സ്കൂളിലെ 200 വിദ്യാർത്ഥികൾക്കാണ് 1905 നമ്മൾ ഓർക്കണം. 1905 വന്ദേമാതരം ചൊല്ലിയതിന് ബംഗാളിലെ ഒരു സ്കൂളിലെ 200 വിദ്യാർത്ഥികൾക്ക് 5 രൂപ വീതം. അതായത് 1905 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 2000 രൂപയ്ക്ക് തുല്യമായിരിക്കും. ഓരോ വിദ്യാർത്ഥിയും 5 രൂപ വീതം ഫൈൻ അടക്കണമെന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത്. വന്ദേമാതരം ചൊല്ലുന്നത് നിരോധിച്ചിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അവരുടെ ആധിപത്യത്തിനെതിരായിക്കൊണ്ട് വന്ദേമാതരം ചൊല്ലിയതിന്റെ ചരിത്രം ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ നമുക്ക് ഒരുപാട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൊക്കെ തന്നെ വന്ദേമാതരമാണ് ചൊല്ലിയത്. തൂത്തുക്കുടിയിൽ വന്ദേമാതരം ചൊല്ലി, രാജസ്ഥാനിൽ ചൊല്ലി, മധ്യപ്രദേശ് ചൊല്ലി, എല്ലാ സംസ്ഥാനങ്ങളും വന്ദേമാതരം ചൊല്ലിയത് ഇവിടെ മാത്രമല്ല, ഇംഗ്ലണ്ടിൽ ചൊല്ലി. മദൻലാൽ ദിഗ്രയെ തൂക്കിക്കൊല്ലുന്ന സമയത്ത്, ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് അദ്ദേഹം വന്ദേമാതരം ചൊല്ലിയാണ് തൂക്കിലേറ്റിയത്. അതേപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഗാന്ധിജിയുടെ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ, ആ ഗോപാലകൃഷ്ണ ഗോഖലെ 1915 കേപ്പ് ടൗണിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ വന്ദേമാതരം ചൊല്ലിയാണ് അവിടുത്തെ ഇന്ത്യക്കാർ സ്വീകരിച്ചിരുന്നത്. അപ്പം നമ്മുടെ ദേശീയ ജീവിതത്തിൽ അത്രയധികം സ്വാധീനമുണ്ടായിരുന്ന വന്ദേമാതരത്തിനെതിരായിട്ടുള്ള വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ എല്ലാ ഉന്നത മേഖലകളിലും അവരെ നെഹ്റുവിൻ്റെയൊക്കെ സ്വാധീനത്തിൽ, അവർക്ക് രാഷ്ട്രീയമായി സ്വാധീനമില്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകൾക്ക് അവർ സ്വാധീനമുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോഴും ജവഹർലാൽ നെഹ്റുവിൽ ഇന്ത്യ ചിന്നിച്ചിതറട്ടെ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവരുടെ മുദ്രാവാക്യം തന്നെ അതായിരുന്നു. അവർ മുദ്രാവാക്യം വിളിക്കുന്നത് ആസാദി എന്നായിരുന്നു. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അതിനെ ആപത്ത് 15 എന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചിരുന്നത്. അവരെ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത്. അപ്പൊ അവരിപ്പോ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു നക്സലേറ്റുകളുടെ ഒരു ഇന്റലക്ച്വൽ, കാരണം അവരുടെ അവരുടെ മുഴുവൻ സായുധ നിലപാടിനെയും അവരുടെ ജനപിന്തുണയൊക്കെ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞു. അതൊന്നും നേരത്തെ കോൺഗ്രസ് സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവർ ചില സൈനിക നടപടികളൊക്കെ സ്വീകരിച്ചു എന്നല്ലാതെ. പക്ഷെ എങ്ങനെയാണ് നക്സലേറ്റുകൾ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ ഭാഗങ്ങളിലൊക്കെ ഗവൺമെന്റിന്റെ മെഷീനറി വർക്ക് ചെയ്യും, ജനങ്ങൾക്ക് ക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് നക്സലേറ്റ് ഇല്ലാതാക്കിയിരിക്കുന്നത്. പിന്നെ ബസ്തറിലെ 94 ഗ്രാമങ്ങളിൽ അവർ ദേശീയ പതാക ഉയർത്തി. അവിടുത്തെ ജനങ്ങൾ അവരിതുവരെ അവിടുത്തെ കുട്ടികളൊന്നും ദേശീയ പതാക കണ്ടു കാണില്ല. കാരണം അത്രയും കാലം അവർ ഈ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിമാഗി നക്സലേറ്റ് എന്ന് പറഞ്ഞ് വിമർശിച്ചത്? അത് ഇവർക്ക് പിന്തുണ നൽകുന്ന ആളുകളാണ്. ഇപ്പോൾ ഞാനാണ് ദിമാഗി നക്സലേറ്റ് എന്ന് പറഞ്ഞിട്ട് പി ചിദംബരം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വന്ദേമാതരത്തോടുള്ള ഇവരുടെ നിലപാട് എന്താണ്? അതേപോലെ തന്നെ ഈ നക്സൽ ഭീകരതയെ കുറിച്ചുള്ള ഇവരുടെ നിലപാട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ നക്സലേറ്റുകളുടെ കേന്ദ്രം എന്ന് പറയാവുന്ന, ബുദ്ധിജീവികളുടെ കേന്ദ്രം എന്ന് പറയാവുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇവരുടെ കയ്യടി വാങ്ങാൻ വേണ്ടി നക്സലേറ്റുകൾക്ക് അനുകൂലമായ നിലപാടെടുത്ത ആളുകളാണ്. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ, മന്ത്രിമാരുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ നക്സലേറ്റിൽ വധിച്ചിരുന്നു. നിയമം അവർ കയ്യിലെടുത്തിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ BJP സർക്കാർ വന്ന സമയത്ത് പൂർണ്ണമായിട്ടും നക്സലേറ്റുകളെ തുടച്ചു നീക്കി എന്ന് പറയാം. ആ റെഡ് കോറിഡോർ തന്നെ ഇല്ലാതായി കഴിഞ്ഞു. അത് ഒഡീഷയിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും തന്നെ കംപ്ലീറ്റ് നക്സലേറ്റുകൾ ഇല്ലാതാക്കി കഴിഞ്ഞു. പക്ഷേ എന്തിനും കേന്ദ്ര സർക്കാർ പറയുന്നതിനെ എതിർക്കുക എന്ന നിലപാടെടുക്കുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ അവർ ഞങ്ങളാണ് ദിമാഗി നക്സലേറ്റുകൾ എന്ന് പറഞ്ഞ് ഉണർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ്. ഇത് അവർക്ക് തന്നെ നമ്മുടെ ദേശീയ മുഖ്യധാരയോട് കൂടിച്ചേരുന്നതിന് പകരം എന്തിനേയും കേന്ദ്ര സർക്കാർ പറയുന്നു എന്നുള്ളത് മാത്രം എന്തിനേയും എതിർക്കുന്ന ഒരു നിലപാടാണ് പി ചിദംബരം പോലെയുള്ള ആളുകൾ ചെയ്യുന്നത്. ഇവരാണെങ്കിൽ 2010 ആദ്യമായിട്ട് ഹിന്ദു ടെറർ എന്ന് പറയുകയും സ്വാതി റിദംബരെയും അതേപോലെ തന്നെ കേണൽ പുരോഹിതിനെയൊക്കെ കള്ളക്കേസുകൾ കുടുക്കി ജയിലിറക്കി. ഏതാണ്ട് 10-17 വർഷത്തോളമാണ് അവർ ജയിലിൽ കിടന്നത്. പിന്നീടാണ് ഇതൊക്കെ കള്ളക്കേസാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പുതിയൊരു വേർഡ് കോയിൻ ചെയ്യാണ് അവർ ഹിന്ദു ടെററിസം എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്തെ എല്ലാ ഭാഗത്തും നടക്കുന്ന തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും തീവ്രവാദം നടക്കുന്ന സമയത്ത് അതിനെ അടിച്ചമർത്തുന്നതിന് പകരം അതിനെ വെള്ളപൂശാൻ വേണ്ടി ഒരു കൗണ്ടർ, ഒരു സാഫ്രൺ ടെറർ എന്ന് പറയുന്ന വാക്കുകൾ കോയിൻ ചെയ്യുകയാണ് ചിദംബരത്തെ പോലത്തെ ആളുകൾ ചെയ്തത്. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇപ്പം അവരെ നക്സലേറ്റുകളുടെ ന്യായീകരിക്കുന്ന നിലപാടുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.